വീണ്ടും ജ്യോതിഷദീപ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷൻ ബിപിൻ നാരായണൻ, ശ്രീഭദ്ര ജ്യോതിഷാലയം, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രം സമീപം കൂത്താട്ടോളം. ഇന്ന് നമ്മൾ മകംപൂര ഉത്രം കാൽ ഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറിനെ കുറിച്ചും ഉത്രമുക്കാൽ അത്തം ചിത്രയര അടങ്ങുന്ന കന്നിക്കൂറിന്റെ 2026 ഫലങ്ങളെ കുറിച്ചുമാണ്. ഈ ഫലങ്ങൾ വാർഷിക ഫലങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വീഡിയോകളിൽ, അതായത് മേട, ഇടവം, മിഥുനം, കർക്കിടകം തുടങ്ങിയ 4 കൂറുകളെ കുറിച്ച് അശ്വതി തൊട്ട് ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ട്. അതും കൂടി എല്ലാ പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, കാരണം അത് ശ്രദ്ധിച്ചാലാണ് ഇതെങ്ങനെയാണ് ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയുക, ഇതിൻ്റെ പൊതുവിശേഷം എന്തൊക്കെയാണ്, കൂറുപ്രകാരം ചില ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിന്നാലും അഷ്ടപ്രകത്താൽ എങ്ങനെ അനുകൂലമായ ഫലം നൽകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരും ജ്യോതിഷദീപ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ തുടങ്ങിയ അഭ്യുദയകാംക്ഷികളിലേക്ക് ഷെയർ ചെയ്യുകയും കമൻറ്റ്, വിലയേറിയ നിർദ്ദേശങ്ങൾ, ലൈക്ക് ഇവയെല്ലാം നൽകി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ മകം, പൂരം, ഉത്രം, കാൽ അടങ്ങുന്ന ചിങ്ങക്കൂറിനെ കുറിച്ചാണ് പറയുക. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ നിൽക്കുന്ന ശനി, അതുപോലെ തന്നെ വ്യാഴം, രാഹുകേതുക്കള്, ഇവയെ പ്രധാനമായി ഈ ഗ്രഹങ്ങളെ പ്രധാനമായി എടുത്തുകൊണ്ടാണ് ഫലനിർണയം. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദശാപഹാരങ്ങൾ അല്ലെങ്കിൽ ആ രാശിയിൽ അഷ്ടവർഗ ബിന്ദുക്കളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഫലത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മകം, പൂരം, ഉത്രം, കാലടങ്ങുന്ന ചിങ്ങക്കൂറിലേക്ക് നമുക്ക് കിടക്കാം. ചിങ്ങത്തിന് ഇപ്പോൾ അഷ്ടമശനിയും അതോടൊപ്പം തന്നെ 11 വ്യാഴവുമാണ് 2025 ഉള്ളത്. 2026 ജൂൺ മാസം 2-ാം തീയതി അത് 12 വ്യാഴവും വരും. ശനിക്ക് ആ വർഷം പ്രത്യേക മാറ്റമൊന്നുമില്ല, അഷ്ടമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് മകം, പൂരം, ഉത്രം, കാല് നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 വരെ അഷ്ടവർഗ ബിന്ദുക്കളൊക്കെ ധാരാളം ശനിയുടെ രാശിയായ ശനി നിൽക്കുന്ന രാശിയായ മീനത്തിലുണ്ടെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. എന്നാൽ വ്യാഴമാറ്റത്തോടു കൂടി ജൂൺ 2, 2026 കൂടി വ്യാഴത്തിൻ്റെ 12 സ്ഥിതിയും കൂടിയാകുമ്പോൾ ഇപ്പോൾ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറച്ച് കൂടുവാനും ഈശ്വരാനുഗ്രഹത്തിൻ്റെ വലയം കുറച്ച് കുറയുന്നത് പോലെ, സ്വാർത്ഥവിശ്വാസങ്ങളെ കുറച്ച് കുറയുന്ന പോലെ തോന്നുകയും കാര്യങ്ങൾക്കൊക്കെ തടസ്സമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അയ്യപ്പ ഭജനം, ഹനുമാൻ സ്വാമി ഭജനത്തോടൊപ്പം തന്നെ മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുകയും ദിവസവും 108 ഓം നമോ നാരായണ ജപിക്കുകയൊക്കെ ചെയ്യുന്നത് ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ കുറയ്ക്കുവാനും ഒക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. അനാവശ്യ ദുർച്ചെലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയകാലഘട്ടം കൂടിയായതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുകയും സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പിണങ്ങുവാനും അപവാദങ്ങൾ കേൾക്കുവാനുമൊക്കെ കഴിയുന്നൊരു സമയകാലഘട്ടം കൂടിയാണ് 2026 മുഴുവൻ തന്നെ. അതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് അപവാദങ്ങൾ കേൾക്കുക, അപകടങ്ങൾ ഉണ്ടാകുക, വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച്, ചിങ്ങക്കൂറിൽപ്പെട്ടവർ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്ത കൂറ് കന്നിയാണ്. ഉത്രം മുക്കാല്, അത്തം ചിത്ര അര. കന്നിക്കൂറിൽപ്പെട്ട കന്നി എന്ന് പറയുന്ന ബുധന്റെ രാശിയാണ്. ബുധൻ വാക്കിന്റെ രാശി കൂടിയാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിപ്പോൾ കണ്ടകശനി സമയം കൂടിയാണ്. 2026 കണ്ടകശനി സമയം കൂടിയാണ്. എന്നാൽ വ്യാഴത്തിന്റെ മാറ്റം ജൂൺ മാസം 2-ാം തീയതിയുള്ള വ്യാഴത്തിന്റെ മാറ്റത്തോടു കൂടി വ്യാഴം 10 നിന്ന് 11 വരുന്ന ഇഷ്ടസ്ഥാനത്താണ്. ഉച്ചരാശിയും കൂടിയാണ് വ്യാഴത്തിൻ്റെത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ നല്ല രീതിയിൽ റിലീഫ് കിട്ടുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കർമ്മമേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കർമ്മമേഖലയിലുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവാനും സാധ്യതകളുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിൽ ചില അല്ലറ വിഷയങ്ങൾ, സാമ്പത്തികപരമായ പരാധീനതകളൊക്കെ ജൂൺ മാസം വരെ ഉണ്ടെങ്കിലും അതിനുശേഷം കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള കാലഘട്ടം കൂടിയാണ്. നിങ്ങളുടെ ദശാപഹാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ, അതുപോലെ മീനത്തിലും കർക്കിടകത്തിലുമൊക്കെ അഷ്ടവർഗ ബിന്ദുക്കൾ വ്യാഴത്തിനും ശനിക്കുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണകരമായി വരികയും ചെയ്യും എന്നുള്ള കാര്യവും പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. കന്നിക്കൂറുകാര് പതിവായിട്ട് അയ്യപ്പന് ശനിയാഴ്ച ദിവസം എള്ളുവിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ നീരാഞ്ജനം കത്തിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസം പാൽപായസം അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക. ഓം നീലാഞ്ജന സമാഭാസം ദേവപുത്രേ മാകൃതം ഛായമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനിയുടെ ധ്യാന മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും കരകയറുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയുണ്ടാകുന്നതിനൊക്കെ ഏറ്റവും ഉത്തമമായ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഇന്ന് ചിങ്ങവും കന്നിയും കൂറുകളെ കുറിച്ചുള്ള ഫലനിരൂപണം, താൽക്കാലിക ഫലനിരൂപണങ്ങൾ തീർന്നു. അടുത്ത ദിവസം തുലാം, വൃശ്ചികം രാശികളെ കുറിച്ചുമൊക്കെ വീഡിയോ ഉണ്ടാകും. ഈ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് വീഡിയോയും കൂടി കണ്ട് ചാരവസ്ഥാനുള്ള ഫലത്തെ, വിശേഷതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം എന്നുകൂടി
അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ, ശ്രീഭദ്ര ജ്യോതിഷാലയം, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം, കൂത്താട്ടോളം, MC റോഡ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭ്യുദയ കാംസുകളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.